ഭാര്യയും സഹോദരിയും വെടിവെച്ചു കൊന്ന് ബാങ്ക് ജീവനക്കാരൻ അതിനുശേഷം ജീവനൊടുക്കി. കൊലപാതകത്തിന് ശേഷം വഞ്ചനയ്ക്കുള്ള പ്രതികാരമെന്ന് അയാളുടെ വാട്സപ്പ് സ്റ്റാറ്റസ്. ഉത്തർപ്രദേശിലെ ലക്നൌവിലാണ് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ഏതാണ്ട് 12:15 കൂടിയാണ് ഗോമതി നഗറിലെ ICICI ബാങ്കിന്റെ ഓഫീസിന് പുറത്ത് ഈ സംഭവം നടക്കുന്നത്. ആ ബാങ്ക് ബ്രാഞ്ചിൽ റിലേഷൻഷിപ്പ് മാനേജറായി ജോലി ചെയ്തിരുന്ന ആളാണ് ദിവ്യ മിശ്ര. 37 വയസ്സുകാരിയാണ്. ആ ദിവ്യ മിശ്രയാണ് സ്വന്തം ഭർത്താവിന്റെ കൈകളാൽ വെടിയേറ്റ് കൊല്ലപ്പെടുന്നത്. SBI ജീവനക്കാരനാണ് ഈ പ്രതിയായിട്ടുള്ള മാനസ് വാജ്പേയി. അയാൾക്ക് 38 വയസ്സുണ്ട്. അങ്ങനെ ഭാര്യ ദിവ്യ മിശ്ര മാത്രമല്ല, അയാളുടെ സഹോദരി ശിവ വാജ്പേയി, ഈ രണ്ടുപേരെയാണ് അയാൾ കൊലപ്പെടുത്തിയത്. കൊലപാതകത്തിന്റെ വിവരവും അതിന്റെ പദ്ധതിയും എല്ലാം വാട്സപ്പ് സ്റ്റാറ്റസിലൂടെ അയാൾ പങ്കുവച്ചു. അതിനുശേഷമായിരുന്നു സ്വയം ജീവനൊടുക്കിയത്. ഈ മാനസ് വാജ്പേയിയും ദിവ്യയും ഇവർ തമ്മിലുള്ള വിവാഹം കഴിഞ്ഞിട്ട് 12 വർഷമായി. പക്ഷേ ഇവർ അകൽച്ചയിലായിരുന്നു. കുട്ടികളുമില്ല. 1 വർഷം മുമ്പ് ഈ മാനസിൽ നിന്ന് ഡിവോഴ്സ് ആവശ്യപ്പെട്ട് ദിവ്യ മിശ്ര കോടതിയെ സമീപിച്ചിട്ടുമുണ്ട്. ഇതിനൊക്കെ പിന്നാലെയാണ് ഈ ICICI ബാങ്ക് ജീവനക്കാരിയായ ദിവ്യയെ അവളുടെ തൊഴിൽ സ്ഥലത്ത് തന്നെ എത്തി അവിടെ നിന്ന് വിളിച്ചിറക്കിയ ശേഷം മാനസിനെ അതിക്രൂരമായി കൊലപ്പെടുത്തുന്നത്. എന്താണ് മാനസ് ഇത്തരമൊരു കൊടും ക്രൂരത ചെയ്യാനുള്ള കാരണം? ഈ ദിവ്യയ്ക്ക് വിവാഹേതര ബന്ധമുണ്ട് എന്നുള്ളതാണ് മാനസിന്റെ നിലപാട്. സംശയം. അത്തരം ഒരു ആരോപണം ഉന്നയിച്ചായിരുന്നു ഈ കൊലപാതകവും. പോലീസ് പറയുന്നത് അനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ ദിവ്യ അവരുടെ കാറിലിരിക്കുകയാണ്. അപ്പോൾ ഈ ഓട്ടോറിക്ഷയിൽ ആ ബാങ്കിന്റെ പുറത്ത് കാത്തു നിൽക്കുകയായിരുന്നു ഈ മാനസ് വാജ്പേയി എന്ന യുവാവ്. ഈ ഭർത്താവ് മാനസ് മിശ്ര അവരെ പുറത്തേക്ക് വിളിച്ചു വരുത്തി. എന്നിട്ട് വെടിവെച്ചു കൊന്നു. ഉടൻ തന്നെ സ്ഥലത്തു നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. എന്താണെങ്കിലും ഈ ബാങ്കിന് പുറത്തുള്ള CCTV അതിൽ ചില ദൃശ്യങ്ങൾ കാണാനും സാധിക്കും. ഇവരെ ബലമായി വലിച്ചിഴക്കുന്നതും വെടിയുതിർക്കാൻ ശ്രമിക്കുന്നതുമൊക്കെ CCTVയിലുണ്ട്. देखिए, आज एक गोमती नगर में बहुत ही दुखद घटना हुई है और प्रिलिमिनरी जो सूचना मिली थी कि ICICI बैंक के पास जो है एक महिला को गोली मार दी गई है और जिस पर हमारी पुलिस तत्काल मौके पर पहुंचकर छानबीन प्रारंभ की। जो घायल महिला थी उसको हॉस्पिटल ले जाया गया जहां उन्हें मृत घोषित कर दिया गया। तभी इसी दौरान छानबीन के दौरान ही ये सूचना मिली कि यहाँ हुसैरिया पर एक व्यक्ति ने गोली की आवाज़ सुनी और उसकी सूचना दी, जहाँ हमारी पुलिस यहाँ आई और ज्ञात हुआ कि जो महिला जिसको गोमती नगर ICICI बैंक के पास गोली मारी गई थी उसका पति यहीं रहते थे
उसकी बहन और उसकी जो है यहाँ डेड बॉडी थी, उसने सुसाइड कर लिया था। प्राथमिक छानबीन में हम लोगों को उसके व्हाट्सएप जो प्रोफाइल पे स्टेटस था उसको भी देखा है, जिसमें उन्होंने लिखा है कि सुसाइड कर रहे हैं और उसने अपनी वाइफ को गोली मार दिया है। अभी हम लोग सारे एंगल्स पे छानबीन कर रहे हैं, उसके बारे में डिटेल निकाल रहे हैं, उनके परिवारजनों से भी बातचीत कर रहे हैं। आज ये घटना या क्या चीज़ थी जो उसको ट्रिगर किया था, उसके बारे में हम लोग छानबीन कर रहे हैं। जितनी भी विस्तृत जानकारी और तथ्य हमें मिलेंगे वो सभी आप लोगों से साझा किया जाएगा। एक बहुत ही दुखद घटना रही और इसमें हमारी टीमें जो है लगी हुई है। सभी एंगल पे इनके पुराने जो रिश्ते हैं या विवाद हैं, जो इनके कार्य हैं, इनकी सिस्टर के बारे में, और जो बताया गया कि कुछ बीमार भी रहती थी, तो हर तथ्यों पे हम लोग छानबीन करेंगे। जो तथ्य प्रकाश में आएंगे उसके आधार पर कार्रवाई करेंगे। ഭാര്യയെ വെടിവെച്ച ശേഷം ഭിന്നശേഷിക്കാരിയായിട്ടുള്ള അവന്റെ സഹോദരി ശിവ എന്നാണ്. ആ ശിവയെ കൊല്ലുന്നതിനായി അയാൾ വീട്ടിലേക്ക് തിരിച്ചു. ഈ യാത്രക്കിടയിലാണ് തന്റെ വാട്സപ്പ് സ്റ്റാറ്റസ് ഇയാൾ അപ്ഡേറ്റ് ചെയ്യുന്നത്. അതിൽ എഴുതിയിരുന്നത്, ഞാൻ എൻ്റെ ഭാര്യയെ കൊന്നു, അതിന് കാരണം അവൾ എന്നെ ചതിച്ചതുകൊണ്ടാണ്. ഇനി എനിക്ക് എൻ്റെ സഹോദരിയെ കൊല്ലണം, ഞാനും മരിക്കും. അവളുടെ സഹോദരി പ്രഗ്യയ്ക്കും പ്രഗ്യയുടെ ഭർത്താവിനും ഇപ്പോൾ എല്ലാം അറിയാം. ഇങ്ങനെയായിരുന്നു ആ സ്റ്റാറ്റസ്. അതായത് പൂർണ്ണമായും കാര്യങ്ങൾ വിവരിച്ച ശേഷമായിരുന്നു ആ രണ്ടാമത്തെ കൊലപാതകവും അയാളുടെ ആത്മഹത്യയും. तो मैं सबने बोला कि मानस का भी स्टेटस देखा, तो मैंने देखा मानस का स्टेटस में लिखा हुआ था कि आई विल किल माई वाइफ चीट करके रही है, तो और मैं सुसाइड करने वाला हूँ। जब आप यहाँ आए आपने क्या देखा? तो फिर नहीं, यहाँ जब हम लोग ने उसको कॉल किया, हम कॉल करने पे कॉल नहीं उठा, तब उनके मामा के लड़के आए, तो फिर हम लोग ने नॉक करा। വീട്ടിലെത്തിയ മാനസ് അനിയത്തി ശിവയെ വെടിവെച്ച് കൊന്നു. അതിനുശേഷം സ്വയം വെടിയുതിർത്ത് ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. ഞാൻ മരിച്ചാൽ ഭിന്നശേഷിക്കാരിയായിട്ടുള്ള സഹോദരിയെ ആര് നോക്കുമെന്നുള്ള ചിന്ത, അതങ്ങനെയാണ് സഹോദരിയെ കൊല്ലാൻ അയാൾ തീരുമാനമെടുത്തത്. അങ്ങനെയാണ് 28-കാരി ശിവയ്ക്കും ജീവൻ നഷ്ടമായത്. 5 വർഷമായി ഈ മാനസും ഒപ്പം ദിവ്യ ഭാര്യയും അകന്നു കഴിയുകയാണ്. 12 വർഷം മുമ്പ് വിവാഹം കഴിഞ്ഞതാണ്. പക്ഷേ കഴിഞ്ഞ 5 വർഷമായി അവർ സെപ്പറേറ്റഡ് ആണ്. അങ്ങനെയാണ് ദിവ്യയുടെ ബന്ധുക്കൾ പറയുന്നത്. ഇവർ തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല എന്ന്. हमारी सिस्टर थी दिव्या मिश्रा, उनकी बैंक के बाहर हत्या कर दी गई थी। बाद में पता चला कि ये लोगों से कि मानस जी उनके पति है, उन्होंने उसकी हत्या की थी और घर पहुंच के उन्होंने अपनी बहन की हत्या की और फिर खुदकुशी कर ली। ये इनका तलाक की प्रक्रिया चल रही थी पिछले 1 साल से, 5-6 साल से अलग है। 5 साल से करीब ये अलग रह रहे थे और शादी हुए 7-8 साल हो गए थे। उन्होंने प्रज्ञा और भारत के बारे में कहा कि उनको कुछ पता था, मगर ऐसा उनको जानकारी नहीं थी, क्योंकि हम लोग सब जानते थे उनकी बहन का भी मानसिक रोगी थी, उनका इलाज चल रहा है। अच्छा, जो जिस रिवॉल्वर से मारी गई है, क्या कुछ आपको कुछ जानकारी होगी? लाइसेंसी थी क्या कुछ? अभी इसकी कोई जानकारी नहीं है कि वो रिवॉल्वर लाइसेंस। ये विवाद दोनों में कब से चल रहा था? ये शुरुआत से ही चल रहा था, शादी के 1-1.5 साल बाद ही शुरुआत चल रहा था। क्या कुछ तलाक की प्रक्रिया भी जारी हाँ, थी? 1 साल पहले तलाक के लिए अप्लाई हो चुका था कोर्ट में। हाँ। अच्छा, इससे पहले भी कभी लड़ाई झगड़े हुए हैं? लड़ाई की जानकारी आई हो? बहसबाजी तो होती रहती थी, लड़ाई हाँ। झगड़े तो होते ही थे, इसीलिए वो अलग हो गई थी। कभी मारपीट की नौबत आई हो? इसकी जानकारी नहीं। हाँ। कभी थाना दरबार हुआ हो? ये थाना नहीं, अभी तक ये पहली बार है? ये पहली बार। ഈ കൊല്ലപ്പെട്ട ദിവ്യയുടെ സഹോദരിയും മാധ്യമപ്രവർത്തകയാണ് പ്രഗ്യ. ആ വാട്സപ്പ് സ്റ്റാറ്റസിൽ പറഞ്ഞ ആൾ സംഭവം അറിഞ്ഞ് സാമൂഹിക മാധ്യമ എക്സിൽ ഈ കാര്യങ്ങളൊക്കെ പങ്കുവച്ചു കുറിപ്പായിട്ട്. ഗോമതി നഗറിൽ തൻ്റെ സഹോദരിക്ക് വെടിയേറ്റിട്ടുണ്ട്. തനിക്ക് ഫോണിലൂടെ ആ വിവരം ലഭിച്ചു. അവൾക്കിപ്പോൾ എന്താണ് ആ സാഹചര്യം എന്നറിയില്ല. ലോഹ്യ ആശുപത്രിയിൽ ചികിത്സയിലാണെന്നൊക്കെയാണ് ആ കുറിപ്പിലുള്ളത്. എന്നാലും ഉത്തർപ്രദേശ് പോലീസിനെ ടാഗ് ചെയ്തുകൊണ്ടായിരുന്നു ആ പ്രഗ്യയുടെ പോസ്റ്റ്. ഒരു കാര്യം വ്യക്തമാണ്, എന്താണ് പെട്ടെന്ന് ഇത്തരത്തിൽ ട്രിഗർ ചെയ്ത സംഭവം എന്നുള്ളത് പോലീസിന് ബോധ്യ ആയിട്ടില്ല. അതിൽ അന്വേഷണം നടക്കുകയാണ് എന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. ये पति पत्नी का विवाद का मामला है, पारिवारिक मामला है। ये करीब 12-12:15 बजे सूचना मिली कि ICICI बैंक जो विभूति खंड का ब्रांच है वहाँ पे किसी महिला का गोली मार के हत्या हुई है। तो
पता लगाने से पता चला कि ये पति जो है मानस वाजपेयी, उनकी पत्नी वहाँ ICICI बैंक में कार्यरत है रिलेशंस मैनेजर के तौर पे। तो इनको बुलाया, ये बाहर आई हैं, दोनों में विवाद हुई है तो उन्होंने उनको मार दिया है। फिर उसके बाद पुलिस तत्काल वहाँ से घटनास्थल पे पहुँच के कार्रवाई कर ही रही थी तो ये पता चला कि जो मानस वाजपेयी है उनका जो घर विनम्र खंड है वहाँ पे जाके अपनी जो छोटी बहन है उनको उन्होंने मार दिया और खुद सुइसाइड कर लिया। अभी जांच पड़ताल कर रहे हैं, पिस्तल रिकवर हुआ है। ചില അസുഖങ്ങൾ ഇയാളെ ബാധിച്ചിരുന്നു, അലട്ടിയിരുന്നു എന്നാണ് പോലീസിന് അന്വേഷണത്തിൽ ബോധ്യമായത്. ഇത്ര നാളായി ഇവർ അകന്നു കഴിഞ്ഞിട്ടും പെട്ടെന്ന് എന്താണ് പ്രകോപനം, അത് എന്താണെന്നുള്ള കാരണവും പോലീസ് തേടുന്നുണ്ട്. എന്നാണെങ്കിലും ആ ട്രിഗറിംഗ് പോയിന്റാണ് ഒരു പക്ഷേ ഈ കൊലപാതകങ്ങളുടെ ചുരുളഴിക്കാനുള്ള സാധ്യതയ്ക്ക് വഴിതെളിയിക്കുക. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.